ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഡ്യൂറന്റ് കപ്പോട് കൂടിയാണ് പുതിയ സീസൺ ഇന്ത്യയിൽ ആരംഭിക്കുക. അടുത്ത മാസം പകുതി മുതൽ ഓഗസ്റ്റ് 20-ാം തീയതി വരെയാണ് ഡ്യൂറന്റ് കപ്പിൻ്റെ ഒരു തീയതിയായിക്കൊണ്ട് ഫെഡറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ സംഘാടകരോട് ഇപ്പോൾ ആ കാലയളവിൽ കപ്പ് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ന്യൂസ് 9 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഡ്യൂറന്റ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. അതായത് ചില ക്ലബ്ബുകൾ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരുന്നു. മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളാണ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡ്യൂറന്റ് കപ്പിൽ വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ പാടില്ല, മറിച്ച് ഇന്ത്യൻ താരങ്ങൾക്കായിരിക്കണം മുൻഗണന. ഇന്ത്യൻ താരങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഒരു ഡ്യൂറന്റ് കപ്പ് നടത്തണം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് സ്ട്രൈക്കർമാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്ന ഒരു നിർദ്ദേശമായിരുന്നു മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിപ്പോൾ പരിഗണിക്കാൻ വേണ്ടി ഫെഡറേഷനോട് കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ന്യൂസ് 9 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ സ്ട്രൈക്കർമാർക്ക് വേണ്ടത്ര അവസരങ്ങൾ ക്ലബ്ബുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഭൂരിഭാഗം വരുന്ന ക്ലബ്ബുകളും വിദേശ സ്ട്രൈക്കർമാരെയാണ് ISLലും മറ്റുള്ള കോമ്പറ്റീഷനുകളിലും ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഡ്യൂറന്റ് കപ്പ് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമായിക്കൊണ്ട് അലോട്ട് ചെയ്യണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പരിഗണിക്കാൻ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പ് മിക്കവാറും ഇന്ത്യൻ താരങ്ങൾ മാത്രം കളിക്കുന്ന ഒരു ഡ്യൂറന്റ് കപ്പ് ആയിരിക്കും. വിദേശ താരങ്ങൾക്ക് അനുമതി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അക്കാര്യത്തിൽ ഫെഡറേഷൻ ഒരു അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അധികം വൈകാതെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നല്ല ഒരു കോമ്പറ്റീഷൻ അവർക്ക് മാത്രമായിക്കൊണ്ട് ലഭിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.